കുട്ടി 15 or 20 വയസ്സും കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കാൻ പാടില്ല. അപ്പൊ കുട്ടികൾക്ക് ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞാൽ എന്നോട് ഇങ്ങനെ പറയണേ, അത്ര 10 മണിയായില്ലേ, നീ എവിടെ പോയിരുന്നു? റോട്ടിൽ. അപ്പൊ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് വരാ, ഞാൻ 15 വയസ്സ് കഴിഞ്ഞാൽ ഇനി എന്താ എനിക്ക് റോട്ടിലൊക്കെ നിന്നൂടെ? എന്നാ സുബൈക്ക് നീക്കാനോ അത് ഇപ്പോൾ വിളിക്കണം, അത് 25 വയസ്സായാലും വിളിക്കണം. അപ്പോ കുട്ടികൾക്ക് തോന്നുകയാണ് ഇനി പിന്നെ ആരെയും ഗുണദോഷിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കുറച്ച് വലുതായിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ ഇപ്പൊ പറയല്ല 15 വയസ്സ് കഴിഞ്ഞാൽ ഓ പോണായി പോട്ടെ എന്ന് വാപ്പിയും ഉമ്മയും തീരുമാനിക്കും. എന്താ സംഭവിക്കാൻ പോണത്? അതുകൊണ്ട് ഒരിക്കലും തന്നെ മക്കൾ എത്ര വലുതാകട്ടെ മക്കളുടെ തർബിയത്തിനെ പറ്റി ഉമ്മയും ഉപ്പയും ഒരിക്കലും അവഗണിക്കരുത്. തെറ്റു കണ്ടാൽ ചീത്ത പറയാൻ ഉപ്പാക്കും ഉമ്മാക്കും ഇനി അധികാരമല്ല, ഞാൻ 15 വയസ്സ് കഴിഞ്ഞു എന്ന് കുട്ടിക്ക് തോന്നിയിട്ട് കാര്യമില്ല. അവന്റെ കാര്യം നോക്കാൻ അവൻ തന്നെ ആയില്ലേ എന്ന് മാതാപിതാക്കൾ ഒരിക്കലും വിചാരിക്കരുത്. മക്കളെ ഗുണദോഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകരുത്. ഞാൻ ഇന്ന ആരും ഉപദേശിക്കാനൊന്നുമില്ല, ഞാനിപ്പോ വലുതായില്ലേ, എനിക്ക് ഇനി എന്റെ ഇഷ്ടത്തിന് ചെയ്യാം എന്ന് യുവാക്കൾ ചിന്തിച്ചാൽ അവരവരെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ ശ്രമിക്കൂല. അവരെ നമ്മൾ നമ്മുടെ പിടുത്തത്തിൽ തന്നെ വേണം, എപ്പോഴും അവരെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കണം. ചില ആളുകൾ പറയും എത്ര ദിവസം വിളിക്ക സുബൈക്ക്, ഇപ്പൊ ഞാൻ വിളിക്കല്ല, കുറെ വിളിച്ചു പിന്നെ വിളിക്കല്ല. വിട്ടുപോകരുത്, ഇനിയും വിളിക്കണം, വിളിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ സമ്പൂർണമായ ഇസ്ലാം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവുക? മരിക്കാൻ നേരത്തെ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, എന്റെ റബ്ബേ എനിക്ക് അവധി ഒന്ന് നീട്ടിക്കൊണ്ട, ഒരു നിശ്ചിത അവധി വരേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട ഞാൻ സദഖ ചെയ്തോളാം, ഞാൻ മുസ്ലിം ആയിക്കൊള്ളാം, ഞാൻ സാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം എന്ന് മരിക്കാൻ നേരത്തെ വിലപിക്കുന്ന അവസ്ഥ നമുക്ക് വരും. അതൊരിക്കലും ഉണ്ടാകരുത്.